എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രത്യേകത സൂര്യൻ ഭൂമിയുടെ സെൻട്രൽ പോയിന്റിൽ എത്തുന്ന ദിവസമാണ് മാർച്ച് 21. ഡിസംബർ 22 ദക്ഷിണായനം തീർന്ന് അടുത്തത് ഉത്തരായനം തുടങ്ങി. ഇന്ന് മാർച്ച് 21. അതേപോലെ ഒരു ലക്ഷണമൊത്ത ഒരു വീടിന് നമുക്ക് എന്തെല്ലാം ശ്രദ്ധിക്കണം? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദിശകൾ പറയുമ്പോൾ കിഴക്ക് ദർശനത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് ഒന്ന് കിഴക്ക് ദർശനമായിരിക്കും. ഏത് ദിശയും കുഴപ്പമില്ല, പക്ഷെങ്കിൽ കിഴക്കിനാണ് കുറച്ചുകൂടെ പ്രാധാന്യം. അതേപോലെ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ, ആഹാരം കഴിക്കാൻ, വിസർജിക്കാൻ ഇവയ്ക്ക് 3 ദ്വാരങ്ങൾ ഉള്ളതുപോലെ ഉത്തമ ഗൃഹത്തിനും പുറത്തേക്ക് 3 ഹോളുകൾ അല്ലെങ്കിൽ 24 മണിക്കൂറും തുറന്നു കിടക്കുന്ന ജനാലകൾ നേർക്കുനേർ ഉണ്ടായിരിക്കണം. പിന്നെ ലക്ഷണമൊത്ത വീടുകൾക്ക് കണ്ണുകളായി വരുന്നത് ജനാലകളാണ്. ഇതേപോലെ കുംഭം രാശി കുഴിഞ്ഞിരിക്കണം. ഏറ്റവും കിണറിന് ഏറ്റവും പ്രധാനമായ രാശി കുംഭൻ രാശിയാണ്. എന്നാൽ ആ കുംഭൻ രാശി വടക്കോട്ടുള്ള വീടിന് അത് അത്ര നല്ലതല്ലെന്നല്ല, വീടിന്റെ ഫ്രണ്ടിലായിട്ട് അല്ലെങ്കിൽ വാതിലിന് നേരെ ഒക്കെ അസൗകര്യമുണ്ട്. അപ്പൊ വടക്കോട്ട് ദർശനമുള്ള വീടിന് അത് ഒഴിവാക്കുക. കുംഭം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മീനം, 2ാമത്, 3ാമത് ഇടവൻ രാശി, മേടൻ രാശി, മകരം. ഇത്രയുമാണ് ഒരു കിണറുകൾക്ക് സ്ഥാനം കണ്ട് അത് കുറ്റിയടിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥാനങ്ങൾ. ഇതിലൊന്നും ഇല്ല എങ്കിൽ മാത്രമേ ധനുരാശി, വൃശ്ചികൻ രാശി, മിഥുനൻ രാശി ഇവ നമ്മൾ സെലക്ട് ചെയ്യാവുള്ളൂ. കൂടാതെ കർക്കിടകം, ചിങ്ങം, കന്നി രാശികൾ കഴിവതും നമ്മൾ അത് ഒഴിവാക്കുകയാണ് വേണ്ടത്.